ഇന്നത്തെ ഹൈലൈറ്റ് ക്ലാം കറിയാണ്. സീ ഫുഡ് പ്രേമികൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആദ്യ കുർബന സേവനത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും അല്ലേ? ഇത് തിരക്കില്ലായിരുന്നു, അതായിരുന്നു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല വെള്ളയും നല്ല റെഡും നല്ല ഷേപ്പിലും നല്ല കളർഫുൾ ആണത്. ഇച്ചിരി ഒരു നല്ലൊരു ക്ലീൻ ലുക്കൊക്കെ. ഞങ്ങൾക്ക് കിട്ടിയത് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള പകുതി വേവിച്ച ഒരു ക്ലാമിൻ്റെ ഇതാണ്, പാക്കാണ് നമുക്ക് കിട്ടിയത്. ക്ലാം എന്താണെന്നല്ലേ, ക്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വിഡ്, നമ്മുടെ കണവയുടെ ഒക്കെ ഏകദേശം അതേപോലെ ഇരിക്കും കാണാനായിട്ടും, അതിൻ്റെ ആ ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം. നമ്മൾ ക്ലാം കറി എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ക്ലാം കറിയിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഞങ്ങൾ ഉണ്ടാക്കിയ ക്ലാം കറി എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ വഴറ്റുന്ന നമ്മുടെ സവോള, തക്കാളി ഇതെല്ലാം നമ്മൾ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക, ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. ഇത് ചേട്ടായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൈക്കണക്കായിട്ടാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഏകദേശം എന്തോരം ഇട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. വേറെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, ഇതിലിട്ട് കൊടുക്കുന്നത് നമ്മൾ കുരുമുളക് പൊടിയാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയല്ല, ഇതിൽ കൂടുതലായിട്ടും ടേസ്റ്റ് ആയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റിലൊരു എക്സ്ട്രാ ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ക്ലാമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 10-20 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതിയായിരിക്കും. അതായത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്ലാം എന്ന് വെച്ചാൽ അത് ഹാഫ് ബോയിൽഡ് ആയിട്ട് ഞങ്ങൾക്ക് ലഭിച്ച ക്ലാമാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഒത്തിരി സമയം നമ്മളത് വേവിച്ച് കഴിഞ്ഞാൽ അതൊരു റബ്ബറി ടെക്സ്ചറോ, അതിൻ്റെ ഹാർഡ്നെസ് കൂടും. നമുക്കറിയാം, ചിലപ്പോൾ ലിവറൊക്കെ കറി വെച്ച് കഴിയുമ്പം അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ കൂടും, അതിൻ്റെ വേവ് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ. അതേ സംഭവമാണ് ഈ കാര്യത്തിലും ഈ ഒരു ക്ലാം കറി വയ്ക്കുമ്പോഴും ഉണ്ടാവാം. ഇപ്പോൾ ഈ കറിയിലേക്ക്, അരപ്പിലേക്ക് നമ്മൾ ചെറു ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചൊരു 10-20 മിനിറ്റ് നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഈ ഒരു കറിക്ക് ഉണ്ടാവും. നമ്മുടെ ക്ലാമിൻ്റെ കറി റെഡിയായി ചപ്പാത്തിയുടെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, സീ ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ പാനീയങ്ങൾ, അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പാനീയങ്ങൾ, ഇപ്പോൾ നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, ഇവയൊക്കെ ഒഴിവാക്കി ഇതൊന്നും കുടിക്കരുത്. സീ ഫുഡ്സിനോടുകൂടെ ചേരാത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും ഏതൊക്കെയാണെന്ന് പ്രമുഖ ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും ഒക്കെ ഓൾറെഡി പല വീഡിയോസുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.